നമ്മുടെ UN ജനറൽ അസംബ്ലിയിൽ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ആകെ നാണം കെട്ട് തല കുനിച്ചിറങ്ങിപ്പോയ ആൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ്. ആ നാണക്കേട് മാറ്റാനാണോ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോയി കണ്ട് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തത്? കുറച്ച് ധാതു കല്ലുകൾ, മൂലകങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്രീഫ് കേസ് അദ്ദേഹത്തിന് സമ്മാനിച്ചു എന്നാണ് കേൾക്കുന്നത്. അതോ ഇനി മറ്റു വല്ല ഗൂഢ ഉദ്ദേശവും ഉണ്ടോ ഷെഹബാസ് ഷെരീഫിന്? കൂടെ അസിം മുനീറും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംശയം. അദ്ദേഹം പറഞ്ഞ മാതിരി ഈ അസീം മുനീറാണ് ഇവിടുത്തെ ഒരു താരം എന്ന് പറയുന്നത്. നമ്മുടെ ലോക രാഷ്ട്രങ്ങളിലെല്ലാം ഡിപ്ലോമസി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആർമി ജനറലിനെയും കൊണ്ട് ഒരു പ്രധാനമന്ത്രി നടക്കുന്ന, ഇപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആർമി ജനറൽ നേരിട്ട് പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കത്തു പോലുമില്ല. കാര്യം അത്രയും റെസ്പെക്റ്റും അത്രയും ഗ്യാപ്പും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാണ്. കാര്യം അവർ ടെക്നിക്കലി സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ് ആണെങ്കിലും ആർമി ജനറൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫൻസ് സെക്രട്ടറിയുടെ താഴെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അത് കഴിഞ്ഞിട്ടാണ് രാജ്യമന്ത്രി, രക്ഷാമന്ത്രി, അതും കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി. ഇത്രയും വലിയൊരു പ്രോട്ടോക്കോൾ നമ്മളിൽ കിടക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രധാനമന്ത്രി ഈ ഫീൽഡ് മാർഷലിൻ്റെ, തോറ്റ ഫീൽഡ് മാർഷലിൻ്റെ ADC ആയിട്ട് നടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ UN കാണുന്നത്. അത് ഏറ്റവും രസകരമായിട്ടുള്ള, ഇതിന് മുമ്പ് നടന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവർ 1.5 മണിക്കൂറോളം ലോബിയിൽ ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തു ട്രംപിനെ കാണാൻ വേണ്ടി. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒരു ഫീൽഡ് മാർഷലുമാണ്. അമേരിക്കയ്ക്ക് പോലും സ്വന്തമായിട്ടൊരു ഫീൽഡ് മാർഷൽ ഇല്ല. നിയമപ്രകാരം അമേരിക്കയിലെ ജനറൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്നാണ്. കാര്യം ഒരു റാങ്ക് മേളിലാണ്. ഇദ്ദേഹത്തെയും കൊണ്ട് ഇയാൾ ട്രംപിന്റെ ലോബിയിൽ 1.5 മണിക്കൂർ ഇരിക്കുന്ന ചിത്രം പത്രങ്ങളൊക്കെ പുറത്തു നമുക്ക് കണ്ടിട്ട് ദയനീയത തോന്നി. ഇത്രയും ഒരു രാജ്യത്തിന് അധപ്പതിക്കാൻ പറ്റില്ല. ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പൊതുസഭയിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്, നമ്മുടെ പെറ്റൽ ഗെഹ്ലോട്ട്, അവർ നൽകിയ മറുപടി കേട്ട് കഴിഞ്ഞ് ആകെ തകർന്ന് തരിപ്പണമായി നാണം കെട്ട് തലയും താഴ്ത്തി പോകുന്ന ഷെഹബാസ് ഷെരീഫിനെയാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു മറുപടിയും കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ജയശങ്കർ ആവശ്യത്തിന് കൊടുത്തു. അതെ, തൊട്ട് ആവശ്യത്തിന് കൊടുത്തു. അപ്പോൾ ഇത് എന്നായാലും ഈ ഇന്റർനാഷണൽ ഫോറത്തിലെല്ലാം, പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ഡബിൾ ഏജന്റാണ്. അവർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ് ഒരേ സമയത്ത് ചൈനയും അമേരിക്കയും, ലോകത്ത് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന അമേരിക്കയും ചൈനയും ലോകത്ത് യോജിപ്പിക്കുന്ന ഒരേ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. അതുമല്ല രസം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് ഇന്ത്യയെ എതിരാളിയായിട്ട് കാണിച്ചുകൊണ്ട് ചൈനയുടെ അടുത്ത് പോകും, പിന്നെ ഭീകരവാദത്തിനെതിരായിട്ട് ട്രംപിൻ്റെ അടുത്ത് പോകും. ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ പോയി കണ്ടിട്ട് ധനസഹായം ചോദിച്ചു എന്നുള്ളത് വേറൊരു വിറ്റാണ്. ഭയങ്കര രസമാണ്, തമാശയാണ്. ഇദ്ദേഹം അവിടെയും പോയിരുന്നു. അപ്പോൾ ഇവര് ഈ 3 സ്ഥലത്ത് ഒരേപോലെ പോയി, പിന്നെ സൗദിയിലും ചെന്ന് ഇറക്കുക. എല്ലായിടത്തും ചെന്ന് ഈ ഭിക്ഷ ചോദിക്കുന്നവർക്ക് ആരുടെ ചോദിക്കണമെന്നില്ലല്ലോ, എല്ലായിടത്തും ചോദിക്കാം. കടമല്ല, ഭിക്ഷയാണ്. ധർമ്മം ചോദിക്കുകയാണ്. അവർക്ക് എല്ലായിടത്തും ധർമ്മം ചോദിക്കാം. അത് പുട്ടിൻ്റെ അടുത്തും ഒരേപോലെ ചോദിക്കാം, ഷീ ജിൻപിങ്ങിന്റെ അടുത്ത് ചോദിക്കാം, ട്രംപിനോട് ചോദിക്കാം. ഇന്ത്യ പോയിട്ട് അവർക്ക് വേറെ രാജകുമാരനോടും ചോദിക്കാം. ഇന്ത്യ പോയിട്ട് ഏതൊരു രാജ്യത്തിനോട് വേണമെങ്കിലും അവർക്ക് ഭിക്ഷ യാചിക്കാം. ആ ഒരു അവസ്ഥയിലാണ് അവർ വന്നേക്കുന്നത്. അവിടെ 1 കിലോ തേയിലയ്ക്ക് 4000 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് പോകണം. എത്ര കുട്ടികൾ ഭക്ഷണം കിട്ടാതെ, പോഷകമില്ലാതെ മരിക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോഴത്തേക്കും എല്ലാം അവരെടുത്ത് വിടുന്നത് ഇന്ത്യ വിരുദ്ധ വികാരമാണ്. നമ്മൾ ഭാരതമൊന്നും ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ മീഡിയയിൽ പറയുന്ന ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഹിന്ദുസ്ഥാനെതിരായിട്ടാണ് യുദ്ധം. മതത്തിന്റെ പേര് അവർ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഹിന്ദുസ്ഥാനെതിരായിട്ടാണ് യുദ്ധം. നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, നമ്മൾ ഉപയോഗിക്കാത്ത പേര് അവരുപയോഗിക്കുകയാണ്. എന്തിനാണ്? നമ്മൾ ഇസ്ലാം അല്ല, ഇല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മീഡിയയിൽ അവരെപ്പോഴും പേര് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ജാക്കി ആരാന്ന് പറയും, ഞങ്ങൾ ഹിന്ദുസ്ഥാനിൽ നിന്നാണ് വരുന്നതെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഹിന്ദുക്കളാണ്, അവിടെ മുസ്ലിങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. അത് ഇവിടെയുള്ള കിഴങ്ങന്മാർക്ക് അത് അറിയത്തില്ല. അവർ ഹിന്ദുസ്ഥാൻ, നമ്മുടെ അവിടെ ഹിന്ദുസ്ഥാനെന്നോ ഇല്ല ഇന്ത്യ ഹിന്ദുസ്ഥാനാണെന്നോ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയാം ഇന്ത്യ. പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത്, ഇന്ത്യയെ അവരെപ്പോഴും പരാമർശിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ശകലം നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ പാകിസ്ഥാന് യാതൊരു നാണക്കേടുമില്ല. അപ്പോൾ ഇവര് അതിലാണ് അവരുടെ ഊർജ്ജം, അതാണ് അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്.
കാര്യം പാകിസ്ഥാനിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ ഹിന്ദുസ്ഥാനെതിരായിട്ടൊരു യുദ്ധം നടത്തും, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം നടത്തും. അവിടെ ഉള്ളവരെല്ലാവരും നടക്കും. ഇവരൊക്കെ ഇസ്ലാമവൽക്കരിക്കാൻ പോയതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടല്ലേ, സാരമില്ല ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴ് ആ കണ്ട ഒന്ന് നമുക്ക് ഷേറി പാകിസ്ഥാൻ എന്നും പറഞ്ഞുകൊണ്ടൊരു അവാർഡുണ്ട്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ്. അപ്പോൾ അത് കൂടെ പെട്ടിയിലുണ്ടായിരുന്നു എന്ന് ആൾക്കാർ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, കൊണ്ടുപോയ പെട്ടിയിൽ. അഥവാ നോബൽ സമ്മാനം കൊടുക്കാനും ലോകത്തെ സമാധാനത്തിൻ്റെ ആൾരൂപമായിട്ടാണ് ഈ അസീം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഷെഹബാസ് ഷെരീഫും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. സമാധാനത്തിൻ്റെ ആൾരൂപമാണ്. ലോകത്ത് എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഈ പറയുന്നതിൻ്റെ അന്നത്തെ ദിവസം ഗാസയിൽ മരിച്ചത് 91 പേരാണ്. ഇദ്ദേഹം സമാധാനത്തിൻ്റെ ആൾരൂപം എന്ന് പറഞ്ഞതിൻ്റെ അന്ന് ഗാസയിൽ മരിച്ചത് 91 പേരാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ആരാക്രമിച്ചായിക്കോട്ടെ, എന്തായാലും ഈ ഇസ്രായേൽ ആക്രമണത്തിന് ട്രംപിന് പങ്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അപ്പം ഇദ്ദേഹം യുദ്ധം നിർത്തി, പിന്നെ എന്താ പറയുന്നത്, സമാധാന കരാറായി, നിർത്തിയെന്നൊക്കെ പറഞ്ഞ രാജ്യത്താണ് ഈ സംഭവിക്കുന്നത്. അതെ അതെ. പറഞ്ഞു നാക്ക് തിരിച്ചങ്ങോട്ട് വായിലേക്ക് ഇട്ടില്ല, അതിനു മുമ്പേ അവിടെ 91 പേര് മരിച്ചു. അപ്പോൾ ഇദ്ദേഹം സമാധാനം എന്ന് പറഞ്ഞ, അപ്പോൾ ഇന്നലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം 200-250 പേരാണ് ഇന്നലെ ഉക്രൈനിൽ മരിക്കുന്നത്. അവരുടെ കീവിൽ ഉള്ള ഒരു ഭീകരാക്രമണമാണ് അവർ നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇനി ഇദ്ദേഹം റഷ്യയായിട്ട് സമാധാന ചർച്ച നടത്തിയ അലാസ്കയുടെ മുകളിൽ മുഴുവൻ അമേരിക്കൻ വിമാനങ്ങൾ പറന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ പറന്ന് നടക്കുന്നു എന്നുള്ളതാണ് വേറൊരു വാർത്ത. അപ്പോൾ റഷ്യ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ പറക്കും, നിങ്ങൾ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അത് ലോകയുദ്ധത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അവിടെ അവർക്ക് മിണ്ടാട്ടമൊന്നുമില്ല. ഇന്ത്യയിൽ ട്രൂസ് ഉണ്ടാക്കാൻ വന്ന ആൾ, സമാധാനം ഉണ്ടാക്കാൻ വന്ന ആൾക്ക് ട്രംപിനെ വിളിച്ചിട്ട് ഇക്കാര്യങ്ങളൊന്നും പറയാൻ ഉള്ള സമയമില്ല. അപ്പോൾ ഇവർ പണ്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഒരു ബഹുമതിയാണ് ഷേറി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മൊറാർജി ദേശായി കൊടുത്തതാണ്. അപ്പം നോബൽ സമ്മാനം അഥവാ കൊടുത്തില്ലെങ്കിലും മുനീറും ഇദ്ദേഹം കൂടെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഈ നിഷാനി പാകിസ്ഥാൻ സമ്മാനിച്ചിട്ടേ വരുള്ളൂ എന്നാണ് അവിടെയുള്ള ചെറുകിടക്കാർ പറയുന്നത്. വലിയ പത്രങ്ങളല്ല, ചെറുകിടക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെട്ടി ഇവർ രണ്ടുപേരും കൂടെ ഇദ്ദേഹത്തെ കാണിക്കുകയാണ്. അപ്പോൾ ട്രംപ് അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് വിട്ടത് നമ്മളാരുമല്ല, വൈറ്റ് ഹൗസിൻ്റെ തന്നെയാണ് പ്രസ് ബ്രീഫിങ്ങിനകത്ത് അല്ല, വൈറ്റ് ഹൗസ് തന്നെയാണ് അത് പുറത്തു ഔദ്യോഗികമായി. അപ്പോൾ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ട്രംപ് എന്ന് പറയുന്ന മഹാൻ ഒരു വലിയ സൂപ്പിലാണ്. കാര്യം അവിടെ ഒരുപാട് കഴിഞ്ഞ മാസം പറയേണ്ടായ പാകിസ്ഥാനിൽ ഒരുപാട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ പെട്രോൾ വാങ്ങിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ആൾ പാകിസ്ഥാനിലെ കുട്ടികൾ കുടിക്കാനുള്ള പാലെങ്കിലും കൊടുക്കണ്ടേ? കുടിവെള്ളം കൊടുക്കണ്ടേ? ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് വിവരമില്ലാത്തൊരു ലോക നേതാവായിപ്പോയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾ ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾ എണ്ണ മേടിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പോയി ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള താല്പര്യം എന്താണെന്ന് അറിയാമല്ലോ. എന്നാൽ ഇവിടെ തന്നെയാണ് ബിൻ ലാദൻ അവർ ഒളിപ്പിച്ചു വെച്ചത്. അപ്പോൾ ഒരേ സമയത്ത് അവർ പല വള്ളത്തിൽ നമ്മൾ പറയും എത്ര തന്ത എന്ന് പറയുന്ന മാതിരി, വള്ളം എന്ന് പറയുന്നില്ല, എത്ര തന്തയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ചൂണ്ടിക്കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സമയത്ത് പാകിസ്ഥാൻ ഒരു സമയത്ത് റഷ്യയുടെ കൂടെ നിൽക്കുന്നു, അടുത്ത ദിവസം നോക്കുമ്പോൾ ചൈനയുടെ കൂടെ നിൽക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഇത് ഒക്കെ പോരാഞ്ഞിട്ടാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇന്ത്യ ജയിച്ച മെഡലും എടുത്തുകൊണ്ട് കപ്പും എടുത്തുകൊണ്ട് ഓടുന്നത്. എന്തൊരു കോമാളികളാണ് ഇവരൊക്കെ. ഈ രാജ്യങ്ങൾ, ഈ കോമാളികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത്. അവർക്ക് ഭീകരതയും കോമാളികളും ഇത് രണ്ടുമാണ് അവരുടെ ഭീകരത. പിന്നെയും മാന്യമായിട്ട് ഇത് കോമാളി. ഒരു രാഷ്ട്രത്തലവനൊക്കെ, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇത്രയും തരംതാഴ്ന്നു പോകുന്നത്. ജയിച്ചവരുടെ ട്രോഫി അവർ വന്ന് വാങ്ങിച്ചില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും അവർക്കുള്ള മെഡൽ കൊടുത്തില്ല. ഇന്ത്യക്കാർക്ക് അത് വാങ്ങിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. ഈ അന്താരാഷ്ട്ര മര്യാദകൾ എല്ലാം ലംഘിക്കുന്ന, എല്ലാ കോമാളിത്തരം മാത്രം കാണിക്കുന്ന എനിക്ക് തോന്നുന്ന ഈ പാകിസ്ഥാന്റെ ഒരു കോമാളിത്തരം തന്നെയാണോ ഈ ധാതുക്കൾ കൊണ്ടുപോയി കൊടുത്ത സമ്മാനിച്ചത്? ആർക്കെന്താണെന്ന് അറിയത്തില്ല. ഈ പാകിസ്ഥാന്റെ അന്തകനായിട്ട് വരും ഈ ഫീൽഡ് മാർഷൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഇദ്ദേഹം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്, ചൈന സന്ദർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒരു രാജ്യത്തിൻ്റെ ഫീൽഡ് മാർഷലിൻ്റെ ജോലി അവിടെയുള്ള
പട്ടാളങ്ങളെ നയിക്കുക, അവരെ കമാൻഡ് ചെയ്യുകയാണ്. അല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമന്ത്രി കാണാൻ അവന്റെ രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കലാണ്. അത് ഇദ്ദേഹം ആണോ ഇപ്പം യഥാർത്ഥത്തിൽ ഡീഫാക്റ്റോ പ്രസിഡന്റ് എന്നുള്ള കാര്യം ഈ സർദാരിയെ നമ്മൾ ഒരിടവും കാണാനില്ല. പാകിസ്ഥാന്റെ പ്രസിഡന്റിനെ നമ്മൾ പൊതുവേദികളിലൊന്നും അധികം കാണുന്നില്ല. അപ്പോൾ പൊതുവേദികളിൽ ഇപ്പോൾ ആകെ കാണുന്നത് ഇദ്ദേഹം സിവിലിയൻ ഡ്രസ്സിൽ കോട്ടൊക്കെ ഇട്ടിട്ട് സിവിൽ ഡ്രസ്സിൽ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഷഹബാസ് ഷെരീഫ് തന്നെ നവാസ് ഷെരീഫിന്റെ ബിനാമിയാണ്. ഇനി ഇദ്ദേഹം ഇനി ഈ നമ്മുടെ ഫീൽഡ് മാർഷലിന്റെയും കൂടെ ബിനാമിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കാം. ഒരിക്കൽ ബിനാമി ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര പേരുടെ വേണമെങ്കിലും ബിനാമി ആവാം. അപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു മാന്യതയില്ലാത്ത ഒരു പ്രവൃത്തിയിലോട്ട് പോവുകയാണ് ആ രാജ്യത്തിൻ്റെ തലവനും അവിടുത്തെ ഫീൽഡ് മാർഷലും. അവിടുത്തെ ആ രാജ്യത്തെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.